അപ്പോൾ നമുക്ക് ഇന്നൊരു മക്കാന കൊണ്ടൊരു പായസം ഉണ്ടാക്കാം. അടുത്ത വീഡിയോ സാമ്പാറിൻ്റെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ശിവരാത്രി ആയതുകൊണ്ട് ആദ്യം ഈ ഒരു എനർജി ബൂസ്റ്റിംഗ് പായസത്തിൻ്റെ ഒരു റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പം മക്കാനയുടെ വീഡിയോയും അതിൻ്റെ ഗുണങ്ങളൊക്കെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ മുന്നേ 1, 2 ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടുള്ള വേറെ റെസിപ്പീസ് എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു പായസം ഉണ്ടാക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പില്ലാത്ത ബട്ടറാണ്, അൺസോൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് 2 കപ്പ് മക്കാന എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പച്ച മേടിച്ചതാണ് കേട്ടോ, റോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അത് കൈയോടെ തന്നെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ മക്കാനയുടെ ബെനിഫിറ്റ്സ് എല്ലാം നമ്മൾ മുന്നേ ഉള്ള വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുട്ടികൾക്കൊക്കെ കൊണ്ടുപോകാനും ഫ്രൈംസ് ആയിട്ട് പോലെയൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റിയ റെസിപ്പി എല്ലാം നമ്മൾ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾ ഉപവാസ കാലങ്ങളിലെല്ലാം വ്രതമൊക്കെ എടുക്കുമ്പോൾ ഇത് കഴിക്കാൻ നല്ലതാണ്. ആ ഒരു ഡേ ഫുള്ള് നമുക്ക് എനർജി കിട്ടാൻ ഈ ഒരു മക്കാന കഴിച്ചാൽ മതിയാവും. അപ്പോൾ ഇനി ഈ മക്കാന ബട്ടറിലിട്ടിട്ട് ഒന്ന് നല്ലതായിട്ട് അത് ആ മക്കാനയൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ അത് ക്രിസ്പാവുന്ന വരെ ഞളക്കം വരരുത്, നന്നായിട്ട് ഒന്ന് ക്രിസ്പായി പൊട്ടുന്ന വരെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട്, അധികം നേരമൊന്നുമില്ല കേട്ടോ, ഒരു 3 മിനിറ്റോ അല്ലെങ്കിൽ 4 മിനിറ്റോ ഒക്കെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കുക. ഇനി ഒരു മിക്സി ജാറിലേക്ക് 10 പീസ് ബദാം ഇട്ട് കൊടുക്കാം, 10 പീസ് കാഷ്യൂ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കുക, നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചിട്ട് അവിടെ മാറ്റി വയ്ക്കുക. നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചെടുക്കാം. ഞാൻ അവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 4 കപ്പായിട്ടാണ് എടുത്തേക്കണത്. ആ പാല് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1/4 കപ്പ് ചവ്വരി ആദ്യം ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലൊരു കൊഴുപ്പ് കിട്ടും, നമ്മൾ പായസത്തിലേക്കൊക്കെ ഇടാറുള്ളതാണ്. നമ്മൾ ചവ്വരി സാബുദാന എന്ന് പറയും. നമ്മൾ ചവ്വരി ഉപയോഗിച്ചിട്ട് പഞ്ഞിയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചവ്വരിയാണ്. അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നന്നായിട്ട് ഒന്ന് തിളച്ച് പാൽ കുറച്ച് ഭാഗം ഒന്ന് വറ്റിക്കോട്ടെ കേട്ടോ. ഒരു 1/4 ഭാഗമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ കാഷ്യും ബദാമിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ മക്കാന മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി മാത്രം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഇതൊക്കെ നമ്മൾ ചെയ്യണത്. പാല് വറ്റിക്കണതും തിളപ്പിച്ചതും ഒക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നെ ചവ്വരിയൊക്കെ പെട്ടെന്ന് വേവുന്ന സാധനമാണ്. അപ്പോൾ പിന്നെ മക്കാനയും അത് അധികം വേവൊന്നും ഇതിന് ആവശ്യമില്ല. 2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ അതാ ചവ്വരിയൊക്കെ ഒന്ന് തൊട്ട് നോക്കുക. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. വല്ലാണ്ട് അങ്ങോട്ട് നല്ലോണം കുറേ നേരം ഇട്ട് തിളപ്പിക്കണ്ട, അപ്പോൾ അത് അങ്ങ് പൊടിഞ്ഞ് അങ്ങോട്ട് ഉടഞ്ഞു പോവും. അപ്പോൾ അത്രയും മതി. അപ്പോൾ ഇനി നമുക്കിതിനി വെന്ത് കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊരു 1/2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് നോക്കിയിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പും പ്ലസ് 1 ടേബിൾ സ്പൂണും അത്രയാണ് എനിക്ക് വേണ്ടി വന്നത്. ശർക്കര പാനി ഒഴിച്ച് മിക്സാക്കി നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് കുറുകി ഇപ്പോൾ നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ ഈ സമയത്ത് ഇത്രയും മതി. നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി ഒരു തിള വന്നു കഴിഞ്ഞാൽ നമുക്കിനി അത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നെയ്യിൽ കുറച്ച് കാഷ്യൂ ഒന്ന് ഇളക്കി നന്നായിട്ട് ഒന്ന് ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ ഒന്നിച്ച് തന്നെ കറുത്ത മുന്തിരിയാണ് കേട്ടോ, കുരുയില്ലാത്ത മുന്തിരി, ഉണക്കമുന്തിരി ചേർത്തിട്ട് ഒന്നിച്ച് തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് കുറച്ച് ബദാമും കൂടെ ഞാനൊന്ന് ചെറിയ പീസുകളായിട്ട് പൊടിച്ചിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കടിക്കുമ്പോഴും ടേസ്റ്റാണ്, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ളൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എനർജി ബൂസ്റ്റിങ്ങും പ്ലസ് അതിൻ്റെ മക്കാനയുടെ ബെനിഫിറ്റ്സ് എല്ലാം നമ്മൾ മുന്നത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹാർട്ടിനും ഷുഗറിൽ പ്രഷറിനും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.